ഇന്ത്യ ഏറ്റവും കൂടുതൽ ക്രൂഡ് വാങ്ങുന്നതിൽ ഒന്നാമത് റഷ്യയാണ്. സൗദി അറേബ്യയും ഇറാഖിനെയും പിന്തള്ളി ഇന്ത്യ റഷ്യ ബന്ധം പുരോഗമിക്കുകയാണ്. എന്നാൽ ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന ഒരു റിപ്പോർട്ട് ഈ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുന്നുണ്ട്. ക്രൂഡ് ഓയിലിന് വേണ്ടി ഇനി മുതൽ ഇന്ത്യ അമേരിക്കയെ കൂടുതൽ ആശ്രയിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പുതിയ വിവരം. ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യ അമേരിക്ക കൂടിക്കാഴ്ച കൂടിയാകുമ്പോൾ റഷ്യയ്ക്ക് അതൊരടിയാകുമോ? വിശദമായി പരിശോധിക്കാം. ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അമേരിക്കയിലെത്തും. അമേരിക്കയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്ന വിഷയം പ്രധാന ചർച്ചയാകുമെന്നാണ് റിപ്പോർട്ടുകൾ. മാത്രമല്ല, അമേരിക്കയിൽ നിന്നുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കാൻ ട്രംപിനും താൽപ്പര്യമുണ്ട്. രാജ്യത്തെ എല്ലാ വ്യാപാര വാണിജ്യ മേഖലകളുടെയും ആധിപത്യം നേടിയെടുക്കാൻ ശ്രമിക്കുകയാണ് നിലവിൽ ട്രംപ്. മാർഗം ഏതായാലും ഈ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നതാണ് ട്രംപിന്റെ പദ്ധതി. അതിനിടയിൽ മറ്റ് ലോകരാജ്യങ്ങളെ ഇത് എങ്ങനെ ബാധിക്കുമെന്നോ ആർക്കൊക്കെ നഷ്ടം വരുമെന്നോ ഒന്നും US ചിന്തിക്കുന്നില്ല. അതിനാൽ തന്നെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന പ്രധാന വിപണിയായ ഇന്ത്യയിൽ അമേരിക്കൻ പ്രസിഡന്റിന് നോട്ടമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ അദ്ദേഹം അമേരിക്കയുടെ എണ്ണ വാങ്ങാൻ നിർബന്ധിച്ചേക്കാം. ഇളവുകൾ ലഭിച്ചാൽ അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്ക് തടസ്സവും ഉണ്ടാകില്ല. എന്നാൽ സാമ്പത്തികമായി നഷ്ടമുണ്ടാകരുതെന്ന് മാത്രം. ഇന്ത്യ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ്. പശ്ചിമേഷ്യൻ രാജ്യമായ ഇറാഖാണ് രണ്ടാം സ്ഥാനത്ത്. ഗൾഫ് രാജ്യങ്ങളായ സൗദി അറേബ്യയും UAEയുമാണ് 3ഉം 4ഉം സ്ഥാനങ്ങളിലുള്ളത്. 5ആം സ്ഥാനത്തുള്ള അമേരിക്കയിൽ നിന്ന് കൂടുതൽ ക്രൂഡ് വാങ്ങാൻ ഇന്ത്യ ധാരണയിലെത്തിയാൽ മറ്റ് രാജ്യങ്ങൾക്ക് ഇത് തീർച്ചയായും തിരിച്ചടിയാകും. സത്യാവസ്ഥ എന്തെന്നാൽ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ശരിക്കും ഇന്ത്യക്ക് നഷ്ടക്കച്ചവടമാണ്. ക്രൂഡ് ഇന്ത്യയിലെത്തിക്കാനുള്ള ചരക്ക് കടത്ത് കൂലിയാണ് വലിയ വെല്ലുവിളി. എന്നാൽ റഷ്യ എണ്ണയുടെ വില കുറച്ചു നൽകിയതാണ് അനുഗ്രഹമായത്. അമേരിക്കൻ ഉപരോധം കാരണം റഷ്യ പ്രതിസന്ധിയിലായത് ഇന്ത്യക്ക് മറ്റൊരർത്ഥത്തിൽ നേട്ടമായി. അമേരിക്കയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുമ്പോഴും ഇന്ത്യ നേരിടുന്ന വെല്ലുവിളി ഉയർന്ന ചരക്ക് കടത്ത് കൂലിയാകും. ഏതുതരം ക്രൂഡാണ് അമേരിക്കയിൽ ലഭ്യമാവുക? വില കുറച്ചു നൽകാൻ അമേരിക്കൻ കമ്പനികൾ തയ്യാറാകുമോ? തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ചാകും ഇന്ത്യൻ എണ്ണ കമ്പനികൾ അന്തിമ തീരുമാനം ഇക്കാര്യത്തിലെടുക്കുന്നത്. വില കുറഞ്ഞ് എവിടെ നിന്ന് കിട്ടുന്നുവോ അവിടെ നിന്ന് കൂടുതൽ ഇറക്കുമതി ചെയ്യുക എന്ന നയമാണ് ഇന്ത്യൻ എണ്ണ കമ്പനികൾ സ്വീകരിക്കുന്നത്. അതാണ് വെനിസ്വേലയിലും നൈജീരിയയിലും അങ്കോളയിലും ഗയാനയിലും വരെ ഇന്ത്യ ക്രൂഡ് ഓയിൽ തേടി പോകാൻ കാരണം. അതോടൊപ്പം തന്നെ പതിവായി ഇന്ത്യ എണ്ണ വാങ്ങുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി തുടരുന്നുണ്ട്. ചൈനയും അമേരിക്കയും കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യം ഇന്ത്യയാണ്. വാങ്ങുന്ന മുഴുവൻ ക്രൂഡും ഇന്ത്യയിൽ ഉപയോഗിക്കുന്നില്ല. അവ ശുദ്ധീകരിച്ച് പെട്രോളിയം ഉൽപ്പന്നങ്ങളാക്കി കയറ്റുമതി ചെയ്യുകയാണ് പതിവ്. മാത്രമല്ല, ഇന്ത്യയിൽ വിവിധ സ്ഥലങ്ങളിലെ ഭൂമിക്കടിയിൽ ക്രൂഡ് ഓയിൽ ശേഖരമുണ്ട്. അവയുടെ ഖനനം വിപുലീകരിക്കാനും ഇന്ത്യ പദ്ധതി തയ്യാറാക്കിയിരിക്കുകയാണ്. ആഭ്യന്തര ഉൽപാദനം കൂട്ടി ഇറക്കുമതി കുറയ്ക്കുക എന്ന പദ്ധതിയാണ് ഒരുക്കിയിട്ടുള്ളത്.